ചാനൽ. അപ്പം മുത്തുമണികളെ, എൻ്റെ ഇന്നത്തെ കുഞ്ഞ് ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഇന്നൊന്ന് ഈവനിങ് ബ്ലോഗ് ആകാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറൊന്നുമല്ല, രാവിലെ വീഡിയോ എടുക്കാനുള്ള ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല, തയ്യാറെടുപ്പിലൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ച് വൈകുന്നേരം ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതിപ്പോൾ കുറച്ച് കുരുമുളക് ഞാൻ മിഞ്ഞാന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുരുമുളക് മൂത്തിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ച് ചാളയിലേക്കൊക്കെ എടുക്കാനുള്ളത് മാത്രം ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പച്ച കുരുമുളകാണ് കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉണങ്ങി വരുന്നുണ്ട് നന്നായിട്ട്. ഇനി കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും ഞാനത് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കുറച്ച് കടലാസുകളൊക്കെ കത്തിക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂടി അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് പുകച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. സമയം ഇപ്പോൾ ഒരു 5:30-6 മണിയാകാറായിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് കേട്ടോ ഞാൻ ഈ പരിപാടിയൊക്കെ കഴിച്ചത്. പിന്നെ തലേദിവസം കുറച്ച് പയർ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എനിക്കത് വെക്കാണ്ടായിരുന്ന ടൈം ഉണ്ടായിരുന്നില്ല, എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഉപ്പേരി ആക്കാം. പിന്നെ മുള്ളൻ ഇരിക്കുന്നുണ്ട് ഉണക്കാൻ, അപ്പോൾ അതും കൂടി പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോരുകറി ഉണ്ട് കേട്ടോ, വേണ്ടവർക്ക് അതും കൂട്ടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉപ്പേരി ഉണ്ടെങ്കിൽ ദിലൂന് ഈ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പേരി മാത്രം ആൾ കൂട്ടി ചോറിന് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാനിത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് വറ്റൽമുളക് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് നാളികേരമേ ഉള്ളൂ. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചല്ല, നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന പയറില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. പയറിൽ അധികമുള്ളത് വിത്താണ് കേട്ടോ. എന്താ പറയുക, ഒടിച്ചിടാനുള്ളത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അധികം ഇതിപ്പോൾ മണിപ്പയർ എന്നാണ് കേട്ടോ ഇനി പറയാം, ചുവന്ന മണിപ്പയർ എന്നാട്ടോ അവിടെ പറയാം. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് അവിടെ അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പണികൾ അതവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത പരിപാടിക്ക് തുടങ്ങാം. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും ഫസ്റ്റ് പറയണതാണ്, പക്ഷെ ഞാനിതിപ്പോൾ വിട്ടുപോയി. ആരും മറന്നു പോകരുത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ഇടുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ പയറൊക്കെ ഞാനവിടെ മിക്സ് ചെയ്ത് ഒന്ന് വെച്ചിട്ടുണ്ട്. തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണക്കമുള്ളനായിരുന്നു, അപ്പോൾ മുള്ളൻ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. അതിൻ്റെ ശേഷം ഞാനിതിപ്പോൾ കുറച്ച് മുളക് പൊടി മാത്രം ഒന്ന് അതിൻ്റെ മുകളിലാക്കി കൊടുക്കുന്നുണ്ട്, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ചട്ടിയിൽ ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആ എണ്ണയിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചതിന് ശേഷം ഞാൻ കുറച്ചധികം പാത്രങ്ങൾ എന്നെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകാനുള്ളതൊക്കെ അവിടെ വലിച്ചിട്ടിട്ടുണ്ട്. ഇനി വേഗം പാത്രങ്ങൾ കഴുകിയെടുക്കാൻ വെച്ചു. അപ്പോൾ ഒരാൾ ഇവിടെ ഇരുന്ന് ഭയങ്കര കളിയിലാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, സുഡാപ്പിയും ദിലും ട്യൂഷന് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ തന്നെ ആയ കാരണം കൊണ്ട് പാത്തൂസിന് ഭയങ്കര കലിപ്പായിരുന്നു കേട്ടോ. അവർ പോയപ്പോൾ കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടുത്തെ എൻ്റെ കാലിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് അവളിരുന്ന് കളിക്കുന്നുണ്ട്. ഞാൻ അവിടെ പണിയെടുക്കുന്നുണ്ടെങ്കിലും പേടിയെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് അകത്തേക്കൊന്നും കയറിപ്പോകുന്നില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ കാലിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഞാൻ കുറച്ചെടുത്ത് കൊടുത്തു കേട്ടോ, പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ. അതൊക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പുട്ടുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൾ പുട്ടും കുറ്റിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ. അങ്ങനെ പാത്തൂസ് അവിടെ ഇരുന്ന് കളിയില്ല. അപ്പോൾ എനിക്ക് വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം, അവർ ട്യൂഷന് പോയിട്ടുണ്ട് കേട്ടോ. അവരെ കൊണ്ടുവരാനായിട്ട് പോകണം. പിന്നെ ചോറൊന്ന് തിളപ്പിച്ചെടുക്കണം. രാവിലെ വെക്കുന്ന ചോറ് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ച് വറുത്ത് വെക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചോറ് തിളപ്പിക്കുന്നത് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ, രാവിലെ നമ്മൾ ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ തിളപ്പിച്ച് ഊറ്റി വെക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ ചൂടായ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കേടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചോറൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പേരി അപ്പോഴേക്കും അവിടെ റെഡിയാവും. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്ന നേരം കൊണ്ട് മീനും അവിടെ റെഡിയാവും. അപ്പം അങ്ങനെ അതൊക്കെ അതിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ കൊണ്ടുവരാനായിട്ട് പോകണം കേട്ടോ. അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. 6:30 ആകുമ്പോഴാണ് ഞാൻ അവരെ കൊണ്ടുവരാനായിട്ട് പോവാം.
അപ്പോൾ ദിലുവിന് 2 പേപ്പറും കൂടി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും. സുഡാപ്പിയും കുറേ ദിവസമായി ട്യൂഷനൊക്കെ പോയിട്ട്. പക്ഷെ ആൾക്ക് ട്യൂഷന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ക്ലാസ്സിൽ പോകണ പോലെയല്ല, ട്യൂഷന് പോകാൻ നല്ല ഇഷ്ടമാണ്. ക്ലാസ്സിൽ പോകാൻ മടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടിയാണ്. എന്നാൽ മടിയില്ലേന്ന് ചോദിച്ചാൽ ഇല്ല, ആ ഒരു ക്യാരക്ടറാണ് കേട്ടോ. എപ്പോഴാണ് സ്വഭാവം മാറ്റം വരിക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ആൾക്ക് ഇപ്പോൾ ഞാൻ എവിടേക്കെങ്കിലും പോവാമെന്ന് തോന്നുകയാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ എവിടേക്കെങ്കിലും പോകുന്നുണ്ട് എന്ന് ആൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതേ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ വാഷ് ബേസും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതൊക്കെ കമ്പിയൊക്കെ ഇട്ടിട്ട് ഉരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേ പയറുപ്പേരി അവിടെ ആയതിന് ശേഷം ഞാൻ തീയൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമീൻ ഇതങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അടുത്താണ് വീട് എന്ന് പറഞ്ഞു അമ്പലം ഒന്ന് കാണിക്കാനായിട്ട്. എൻ്റെ കുറേ നാൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലം. അങ്ങനെ ഇപ്പം ഞാൻ അത് അവരെ കൊണ്ടുവരാനായിട്ട് പോവാണ് കേട്ടോ. അതുപോലെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വരുന്നതിൽ. തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.